Guten Tag zusammen. A1-ൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. ഈ 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മുടെ സെൽഫ് ഇൻട്രോ പറയാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിന്ന് നമ്മുടെ സെൽഫ് ഇൻട്രോ പറയാൻ പോകുന്നത്. സിഷ് ഫോർസ്റ്റലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രോ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സിഷ് ഫോർസ്റ്റലൻ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സെൽഫ് ഇൻട്രോയിലേക്ക് ഡയറക്റ്റ് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാമെന്നും നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ വി ഹൈസൻ സി, താങ്കളുടെ പേരെന്താണ്? ഇസ് ഹൈസെ ടോം ഷ്മിറ്റ്, എൻ്റെ പേര് ടോം ഷ്മിറ്റ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ടോം ഷ്മിറ്റ് എന്ന് വിളിക്കപ്പെടുന്നു. അവിടെ നിങ്ങളുടെ പേര് പറയാം. വി ആൾട്ട് സിൻ സി, താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? ഇസ് ബിൻ 20 Jahre alt, എനിക്ക് 20 വയസ്സാണുള്ളത്. ഐ ആം 20 years old. വോഹ കോമൻ സി, താങ്കൾ എവിടെ നിന്ന് വരുന്നു? ഫ്രം വെയർ ആർ യു കമ്മിങ്? ഇസ് komme aus ഇന്ത്യൻ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഐ കം ഫ്രം ഇന്ത്യ. വോ വോണൻ സി, താങ്കൾ എവിടെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്? ഇസ് വോനെ ഇൻ കേരള കൊച്ചി ഓട് കൊച്ചി, ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ കാര്യം പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൽഷെ സ്പ്രാഹൻ സ്പ്രഹൻ സി, ഏതൊക്കെ ലാംഗ്വേജസ് താങ്കൾ സ്പീക്ക് ചെയ്യും? വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ഇസ് സ്പ്രഹെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി und ein bisschen Deutsch. ഞാൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പിന്നെ കുറച്ച് ജർമ്മനും സംസാരിക്കും. ein bisschen മീൻസ് എ ലിറ്റിൽ എന്നാണ് കേട്ടോ. വേർ സിൻ സി ഫോൺ ബെറൂഫ്, പ്രൊഫഷണലി താങ്കൾ ആരാണ് അല്ലെങ്കിൽ താങ്കളുടെ പ്രൊഫഷൻ എന്താണ്? ഇഷ് ബിൻ ലേറർ ഫോൺ ബെറൂഫ്, താങ്കൾ ടീച്ചറാണെങ്കിൽ പറയാം ഇഷ് ബിൻ ലേറർ ഫോൺ ബെറൂഫ്, ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. അല്ലെങ്കിൽ താങ്കൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പറയാം ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്, ഞാൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രം ഇസ് ബിൻ സ്റ്റുഡൻറ്റ് ഫോൺ ബെറൂഫ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു പ്രൊഫഷൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി വാട്ട്സ് ഇൻ യുവർ ഹോബീസ്, താങ്കളുടെ ഹോബീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ യുവർ ഹോബീസ്? മൈന ഹോബീസ് സിൻഡ് ഫറാട്ട് ഫാറൻ und മുസിക് ഹോർൺ, എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് സൈക്ലിങ്ങും അതുപോലെ തന്നെ മ്യൂസിക് പാട്ട് കേൾക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻസിലെ സബ്ജക്റ്റ് എവിടെ വന്നേക്കുന്നു, വെർബ് എവിടെ വന്നേക്കുന്നു, അല്ലെങ്കിൽ വോട്ട് എവിടെ വന്നേക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം സെൽഫ് ഇൻട്രോ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ കാര്യമാണ് എഴുതിയേക്കുന്നത്, ചെറിയ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതുക. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ സെറ്റായിട്ടിരിക്കണം. ബ്ലൂ കളറിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് എഴുതുക. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. എൻ്റെ കാര്യം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം വെൽ പ്രിപ്പയർഡ് ആവുക. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത്. സെൽഫ് ഇൻട്രോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പറയാൻ നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി റെഡിയാകുക. ഇസ് ഹൈസെ ടോം ഷ്മിറ്റ്, ഇസ് ബിൻ 20 Jahre alt, ഇസ് komme aus ഇന്ത്യൻ, ഇസ് wohne in കൊച്ചി, ich spreche Englisch, Malayalam, Hindi und ein bisschen Deutsch. Meine Muttersprache ist Malayalam. Ich bin Lehrer von Beruf. Meine Hobbys sind Fahrradfahren und Musik hören. Das ist alles über mich. Danke. Das ist alles über mich. That is all about me എന്നാണ് എൻ്റെ മീനിങ്. അതായത് നമ്മളൊരു സെൽഫ് ഇൻട്രോ പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം ദാസ് ഇസ് alles über mich പറഞ്ഞാൽ നല്ലതാണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഒരു താങ്ക്സും കൂടെ പറയുന്നു, ഡാങ്കയും കൂടെ പറയുന്നു. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസുകൾ നോക്കിയാലോ. ഇസ് ഹൈസ് ടോം ഷ്മിറ്റ്, എൻ്റെ പേര് ടോം ഷ്മിറ്റ് എന്നാണ്. ഇസ് ബിൻ 20 Jahre alt, എനിക്ക് 20 വയസ്സാണുള്ളത്. ഇസ് komme aus ഇന്ത്യൻ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഇസ് wohne in കൊച്ചി, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. ഇസ് spreche Englisch, മലയാളം, ഹിന്ദി und ein bisschen Deutsch, ഞാൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പിന്നെ കുറച്ച് ജർമ്മനും സംസാരിക്കും. meine Muttersprache ist മലയാളം, എൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമാണ്. Muttersprache മീൻസ് മദർ ടങ് എന്നാണ് കേട്ടോ. ഇസ് ബിൻ ലേറർ ഫോൺ ബെറൂഫ്, ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. meine Hobbys sind Fahrradfahren und Musik hören, എൻ്റെ ഹോബികൾ എന്ന് പറയുന്നത് സൈക്ലിങ്ങും പാട്ട് കേൾക്കലുമാണ്. das ist alles über mich, that is all about me. ക്ലിയർ ആണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ആ നീല പോർഷൻസിലൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെൽഫ് ഇൻട്രോ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അതിന് ശേഷം എപ്പോഴും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
സെൽഫ് ഇൻട്രോ എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സെൽഫ് ഇൻട്രോ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും cheers.